പാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സൂക്തം വല്ലാത്ത ബഹുമാനമുള്ള സൂക്തം തന്നെ. ബഹുമാനപ്പെട്ട ബിസ്റുൽ ഹഫീ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, വലിയ ആ മഹാനായ ബിസ്റുൽ ഹഫീ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ ആയത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ശ്രദ്ധയിൽ നിലത്ത് വീണതായി കണ്ടു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിൽ നിലത്ത് വീണതായി ശ്രദ്ധയിൽപ്പെട്ടു. മഹാനവറുകൾക്ക് അത് വലിയ പ്രയാസമുണ്ടായി മനസ്സിൽ. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ബഹുമാനിച്ച ഒരു വസ്തുവിന് എന്തെങ്കിലും ഒരു നിസ്സാരത സംഭവിക്കുമ്പോൾ അവരെ മനസ്സിന് വലിയ പ്രശ്നമാണ്. മഹാനവറുകൾ ഉടൻ തന്നെ അതിങ്ങോട്ട് എടുത്തു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, സയ്യിദി ഇസ്മുക ഹാഹുനാ മുൽഖാ, എന്റെ യജമാനനായ അല്ലാഹുവേ, നിന്റെ പേര് ഇവിടെ നിലത്തിടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് വേദനിച്ച് പറഞ്ഞു. ബിസ്റുൽ ഹഫീ റളിയല്ലാഹു അൻഹു അത് കയ്യിലേക്ക് എടുത്തു. അതിന്റെ മേലെ പുരണ്ട മണ്ണൊക്കെ കൈകൊണ്ട് തട്ടി നീക്കി. മഹാനവറുകൾ ഉടനെ തന്നെ ഒരത്തറ് കച്ചവടം നടക്കുന്ന ആളുടെ അടുക്കൽ ചെന്ന് ഒരു പണി കൊടുത്ത്, ഒരു വെള്ളി ഉറുപ്പിക കൊടുത്ത് മഹാനവറുകൾ നല്ല വിലയുള്ള അത്തറ് വാങ്ങി. എന്നിട്ട് ആ ബിസ്മി എഴുതിയ കടലാസിൽ നന്നായി ഒന്ന് പുരട്ടി അതിനെ ഒന്ന് ബഹുമാനിച്ച് ആദരിച്ചു. മഹാനവറുകൾ ആ വസ്തു കേടുവരാത്ത നിലക്ക് ഉയരമുള്ള ഒരു മതിലിന്റെ മേലെ സൂക്ഷ്മതയോടുകൂടെ തന്നെ അവിടെ വെച്ചു. എന്നിട്ട് അദ്ദേഹം സജ്ജാജ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ചെന്നു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ സജ്ജാജ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സംബന്ധിച്ചൊരു നല്ല സ്വപ്നം കണ്ടുവല്ലോ രാത്രിയിൽ. എന്താണത്? നിങ്ങൾ എന്ത് നല്ല കാര്യമാണ് ചെയ്തതെന്ന് എനിക്ക് നിങ്ങൾ വിവരിച്ചു തരണം. ബിസ്റുൽ ഹഫീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ഇന്നലെ ഒരു സംഭവം നടന്നിരുന്നു. മഹാനവറുകളോട് തന്നെ പറഞ്ഞു, ഉറക്കിൽ ഞാൻ സ്വപ്നം കണ്ടു. ബിസ്റുൽ ഹഫീ കണ്ടുമുട്ടിയാൽ നിങ്ങൾ പറയണം, എന്റെ പേര് നിലത്ത് വീണത് കണ്ടപ്പോൾ അത് ചവിട്ടപ്പെടാതിരിക്കാൻ വേണ്ടി ബിസ്റുൽ ഹഫീ എടുത്ത് ഉയർത്തിയിട്ടുണ്ടല്ലോ. ലനർഫഅന്ന ബിസ്മിക ഫിദ്ദുനിയാ വൽ ആഖിറ, അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ബിസ്റുൽ ഹഫീയുടെ പേരും പ്രശസ്തിയും നമ്മൾ ഉയർത്തുമെന്ന് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് എനിക്ക് സ്വപ്നത്തിൽ നിർദ്ദേശം കിട്ടിയിരിക്കുന്നു. സഹോദരന്മാരെ, എന്റെ ചെറുപ്പക്കാരെ, മുതഅല്ലിമീങ്ങളെ, ഉമ്മമാരെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാണുന്ന കടലാസിലൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പേരോ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മറ്റെന്തെങ്കിലും പേരുകളോ അല്ലെങ്കിൽ അല്ലാഹു ബഹുമാനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരോ മലക്കുകളുടെ പേരുകളോ അല്ലാഹു ബഹുമാനിച്ച മഹാന്മാരുടെ പേരുകളോ ഏതെങ്കിലും കടലാസുകളിൽ എഴുതിയിട്ട് അത് നിലത്ത് വീണ് ചവിട്ടിപ്പോകുന്നുണ്ടോ, അതെവിടെയെങ്കിലും നിസ്സാരപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാതെ എഴുതാനും പാടില്ല. അതുപോലെ നിസ്സാരപ്പെട്ടു പോകുമെന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് അത് കൊടുത്തേക്കാനും പാടില്ല. പ്രത്യേകിച്ചും ഞാൻ പറയുന്നു, ഇപ്പോൾ ഖുർആൻ കൊണ്ട് പരസ്യം ചെയ്യുന്ന കാലമാണ്. ഖുർആൻ എഴുതിയിട്ടാണ് പരസ്യം പലരും നടത്തുന്നത്. പത്രങ്ങളിൽ ഖുർആനിന്റെ വാചകങ്ങൾ അങ്ങനെ തന്നെ വരുന്ന കാലമാണ്. അതുപോലെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഖുർആൻ എഴുതിയിട്ടും ബിസ്മി എഴുതിയിട്ടുമൊക്കെ കൊടുത്തേക്കുന്ന കാലമാണ്. പക്ഷേ അതുകൊണ്ടുപോയി മത്സ്യം ചുരുട്ടാനും അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങാനും
അതുപോലെ ആളുകൾ നടന്നു പോകുന്ന സ്ഥലത്ത് വലിച്ചെറിയാനും കാരണമാകുന്ന വസ്തുക്കളിൽ അല്ലാഹുവിന്റെ പേര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്, അതുപോലെ അല്ലാഹു ബഹുമാനിച്ചവരുടെ പേര് ഒരിക്കലും തന്നെ സംഭവിച്ചു പോകരുതെന്ന ബോധം എന്റെ മുസ്ലിം സമുദായത്തിനുണ്ടാകണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. മഹാനായ ഇമാം ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഉദ്ധരിച്ച് ധാരാളം മഹാന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്നെയും അവിടുത്തെ തഫ്സീറിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും ശരി സഹോദരന്മാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹ് അർ-റഹ്മാൻ അർ-റഹീം എന്ന മഹത്തായ 3 പേരുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിമഹത്തായ സൂക്തമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സൂക്തം ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. അതുപോലെ പണ്ഡിതന്മാർ പലരും വിശദീകരിക്കുന്നു. ഇത് സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾപ്പെട്ടതാണ്. മറ്റ് തൗബ സൂറത്ത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ഉള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കവും അതാ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ളൊരു ഹദീസ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖത്തിഉ ഖിറാഅതഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതുന്ന സമയത്ത് ഓരോ ആയത്തുകൾ മുറിച്ച് ഇങ്ങനെയാണ് ഓതാറുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓത്തിനെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് ബൽക്കാനത്ത് മദ്ദന്നത് നീട്ടിയുള്ള ഓത്താണ്. സുമ്മ ഖറഅ, പിന്നെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓത്ത് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിയിട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇമാം ദാറഖുത്നിയും മറ്റും റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ കാണാം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഖുർആനിലുണ്ടല്ലോ സബ്ഉൽ മസാനി, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ 7 ആയത്തുകൾ ആവർത്തിച്ച് ഓതപ്പെടുന്ന 7 ആയത്തുകൾ, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി, അത് ഏതാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഫഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ സൂറത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്താണ് എന്ന് പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിസ്മിയുടെ ശേഷമുള്ള ആയത്ത് കൊണ്ടാണല്ലോ സാധാരണ നിലക്ക് ഒരു സൂറത്തിന്റെ പേര് പറയാറുള്ളത്. സബ്ബത്ത് യദാ അബീ ലഹബിൻ സൂറത്ത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത്, അലം തറ കൈഫ സൂറത്ത്, ഇങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത്. ബിസ്മിയുടെ ശേഷമുള്ള ആയത്ത് കൊണ്ടാണ് പേര് പറയാ. ആ നിലക്ക് പേര് പറഞ്ഞാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്ത്. ഫഖീല ലഹു, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇന്നമാ ഹിയ 6 ആയാത്തിൻ, അത് 6 ആയത്തല്ലേ ഉള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. 6 ആയിട്ടുള്ളൂ എന്ന് ചോദിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയ 6 അതിന്റെ മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരായത്തും ഉണ്ടല്ലോ. അപ്പൊ ആകെ 7 ആയത്താണ്.